السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة ومن زحزح عن النار وأدخل الجنة فقد فاز. ما الحياة الدنيا إلا متاع الغرور. صدق الله مولانا العظيم. قال نبينا وحبيبنا مصطفانا ونجينا رسول الله صلى الله عليه وسلم: كن في الدنيا غريبا أو عابر السبيل، أو كما قال رسول الله صلى الله عليه وسلم. صدق وبلغ رسوله الكريم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير خلق كلهم. إذا مات إنسان فخمس لخمسة ولحم لديدان وعظم لتربتي ومال لوراث وروح لقابضي وأمل لمظلوم وأمل ليقظتي. മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. പുരയ്ക്കുള്ളിനപ്പോൾ രോദനം ഉയരുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ആദരണീയരായ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ മുന്നിലിരിക്കുന്ന മുഖാലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നാളെ അല്ലാഹുവിന്റെ പാരത്രികമായ ലോകത്ത് ഒരു നല്ല സൽക്കർമ്മമായി നമ്മളിൽ നമ്മൾ സ്വീകരിക്കുന്ന വിധത്തിലുള്ള ഒരു സൽക്കർമ്മമായി ഈ സൽക്കർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി മാറട്ടെ.
സ്നേഹിച്ചവർ നമ്മെ സ്നേഹിച്ചവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ആമുഖങ്ങൾ നീട്ടി ഞാൻ എൻ്റെ ആമുഖം നീട്ടി പറയുകയല്ല, എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മരണത്തിൻ്റെ തായ്വര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏതൊരു മനുഷ്യനാണെങ്കിലും ഏതൊരു ജീവിയാണെങ്കിലും അവനിക്കും മരണമുണ്ടാകും. എന്നാൽ എല്ലാ മരണങ്ങളും ഒരേ മരണങ്ങൾ പോലെയല്ല. ചിലപ്പോ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണം ചിലപ്പോ ഒരു വീട്ടിൽ ഒതുങ്ങുന്നതായിരിക്കും. വീട്ടിൽ മാത്രമേ അദ്ദേഹത്തിന്റെ മരണത്തിന് വിയോഗത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുകയുള്ളൂ. അതല്ലെങ്കിൽ ചിലപ്പോ ഒരു നാടിനെ തന്നെ ബാധിക്കും, അതല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ ബാധിക്കും. ചിലർ മരണപ്പെട്ടാൽ, എന്നാൽ ചിലർ മരണപ്പെട്ടാൽ ഒരു കൊല്ലു വില പോലും കൽപ്പിക്കുകയുമില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പറ്റി പറഞ്ഞത് മൗത്തുൽ ആലമി മൗത്തുൽ ആലമ. ഒരു ആലിം മരണപ്പെട്ടാൽ, ആലിമിന്റെ മരണം എന്നുള്ളത് ഒരു ലോകത്തിന്റെ തന്നെ, ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തിന് അവിടെ താരീഫ് കൊടുത്തത്, അവിടെ പറഞ്ഞിട്ടുള്ളത് അൽ ആലമു, ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത എല്ലാം, അല്ലാഹു അല്ലാത്ത എല്ലാത്തിന്റെയും ഒരു മരണം കൊണ്ട് നമുക്ക് കീഴടങ്ങാൻ പറ്റാത്ത ഒരു ആരും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലോകത്തിന്റെ തന്നെ മരണമാണ്. ആ മരണത്തിലാണ് ഒരു ആലിമിനെ കൂട്ടുന്നത്. അത് വെറും ഒരു ആലിമായാൽ പോരാ, അവൻ പഠിക്കുന്നതിലുപരി അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ മരണവും, അപ്പോഴാണ് നമ്മുടെ ജീവിതവും, നാം ജീവിച്ച ജീവിതത്തിന് ഒരു കാരണമുണ്ടാകുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതമാകുന്ന ഈ ജീവിതത്തെ മാറ്റി തരുമാറാകട്ടെ. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്നേ വരെയുള്ള ഒരു മനുഷ്യൻ പോലും മരണത്തെ ധിക്കരിച്ചിട്ടില്ല. എന്തിനേറെ പറയണം, എല്ലാത്തിലും കയറി ഇടപെടുന്ന ശാസ്ത്രം പോലും മരണത്തിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. എന്തിനേറെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഫിർഔൻ പോലും പറഞ്ഞു, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഈ ലോകത്തിന്റെ രക്ഷിതാവ്, ഞാനാണ് റബ്ബ് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഫിർഔൻ പ്രഖ്യാപിച്ചപ്പോ ആ ഫിർഔനെയും ചെങ്കടലിൽ മുക്കി കൊന്നവനാണ് ഈ ലോകത്തിന്റെ രക്ഷിതാവായ പടച്ച റബ്ബ് എങ്കിൽ ഒരു ദിവസം നമുക്കും മരണം വരാനുണ്ട്. അതല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹസിയ അനിൻ നാരി വദഖലൽ ജന്ന ഫഖദ് ഫാദ വമൽ ഹയാത്തുദ് ദുനിയാ. ഒരു ശാസ്ത്രവും അംഗീകരിക്കാത്ത, ഒരു ശാസ്ത്രത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള, ഒരു ശാസ്ത്രത്തിന് പോലും ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത മരണം എന്ന് പറയുന്ന, നമ്മളെയൊക്കെ കീഴടക്കിയ നമ്മുടെ വാപ്പമാരെ, നമ്മുടെ വാപ്പാന്റെ വാപ്പാനെ എല്ലാവരെയും കീഴടക്കിയ ഒരേ ഒരു സാധനമാണ് മരണം എന്ന് പറയുന്നത്. ആ മരണത്തിന്റെ മുമ്പിൽ നമ്മളേവരും കീഴടങ്ങേണ്ടതുണ്ട്. അതല്ലേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോടായി പറയുകയാണ്, ഫിദ്ദുനിയാ ഗരീബ്, നിങ്ങളൊരു ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെയാണ്, ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നിങ്ങൾ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വന്നു, താജ്മഹൽ സന്ദർശിച്ചു, മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ സന്ദർശിച്ചു. അപ്പോ ആ പ്രസിഡന്റിനെ പറ്റി നമ്മൾ പറയും, അദ്ദേഹം ഒരു വിദേശിയാണ്. അതേപോലെയാണ് ഒരു മുഅ്മിനിന്റെ അവസ്ഥയും. ആ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു വിദേശ സ്ഥലമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ആ
ആ ദുനിയാവിലാകട്ടെ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകും, ധാരാളം പരിഭവങ്ങൾ ഉണ്ടാകും, ധാരാളം ദുഃഖങ്ങൾ ഉണ്ടാകും, അടങ്ങാത്ത വിഷമങ്ങൾ ഉണ്ടാകും, അടങ്ങാത്ത വേവലാതികൾ ഉണ്ടാകും. ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഒരു യാത്രക്കാരൻ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അവരാണ് വിജയി. ഒരു യാത്രയിൽ എത്രമാത്രം അവനക്ക് മുതലെടുക്കാൻ കഴിയുമോ അത്ര പോലും അവൻ മുതലെടുത്തുകൊണ്ട് ഈ ദുനിയാവിൽ അവൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് ചെയ്ത് ധന്യമാക്കി ആഖിറത്തിലേക്ക് പോകുന്ന സമയത്ത്, ആ ആഖിറമാകുന്ന ലോകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അമലുകളൊക്കെ നാം തുച്ഛപ്പെടുത്താതെ ഒരു നിശ്ചിത അളവിൽ മാത്രം തുച്ഛപ്പെടുത്താതെ ധാരാളം സൽക്കർമ്മങ്ങളും ധാരാളം സൽപ്രവർത്തികളും ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ആദ്യം നാം ആദ്യമായിട്ട് നാം ആലമുൽ അർവാഹിൽ നിന്ന് നേരെ ആലമുൽ അജ്സാദിലേക്ക് വന്ന് ഇനി അവസാനമായിട്ടൊരു ലോകത്തുകൂടെ നാം പോകേണ്ടതുണ്ട്, ഒരു ലോകത്തെ കൂടെ നാം കാണേണ്ടതുണ്ട്. എല്ലാവരും മരണപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പോലും പ്രഖ്യാപിച്ചിട്ട് നമ്മളാകുന്ന മുഅ്മിനീങ്ങൾക്ക് നന്നാകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെക്കാൾ ഏറ്റവും വലിയ പരാജിതൻ ആരാണ് നമ്മളെക്കാൾ വലിയ പരാജിതനായിട്ട് തോന്നുന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമുക്ക് നന്നാകാൻ സാധിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ജീവിതത്തിൽ നാം ജീവിച്ചു 10-50 കൊല്ലം, അതല്ലെങ്കിൽ 25 കൊല്ലം, ഒരു 15 കൊല്ലം നാം ജീവിച്ചു. ആ ജീവിതത്തിൽ നമുക്ക് എന്ത് സമ്പാദിക്കാൻ സാധിച്ചു എന്ന് ചോദിക്കുമ്പോ വല്ലതും നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അതല്ലേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ കല്ലാ. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് പറയുന്നത് അത് നിത്യമായി ചെയ്യുന്ന അമലാണ്. വഇൻ കല്ലാ, അതിന് ചുരുങ്ങിയതാണെങ്കിലും ശരിയാണ്. 10 സലാത്ത് നിത്യവും ഞാൻ കടന്നുറങ്ങുമ്പോൾ ചൊല്ലും എന്നുണ്ടെങ്കിൽ ആ 10 സലാത്ത് മതി അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലായി മാറാൻ, നാളെ നാം ആഖിറത്തിലേക്ക് രക്ഷപ്പെടാൻ, നാളെ മൗത്തെന്ന് പറയുന്ന സിംഹാസനം നമ്മളെ പിടികൂടുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ടും നല്ല പ്രവർത്തികൾ കൊണ്ടൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാഥൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സഹാബത്തിന്റെ ഒപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവിടെ നിന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോക്കങ്ങ് സ്റ്റക്കായി പോയി. അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു, നിൽക്കുവീൻ. സഹാബത്തൊക്കെ സ്റ്റക്കായി. എന്തേ റസൂലേ, എന്തേ നിന്ന് പോയത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നുണ്ട്, യാ സ്വഹാബ, ഈ കാണുന്ന ഖബറുണ്ടല്ലോ അത് രണ്ടും ശിക്ഷയിലാണ് സ്വഹാബ. നാമാകുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ പ്രകാരം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആ മരണമെങ്ങാനും നല്ലതാണെങ്കിൽ ആ മരണം പറയുകയാണ്, കത്തിമൂനി എന്നെ ഒന്ന് മുന്തിക്കാക്കി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകുകയും. അതെല്ലാം എത്തെങ്ങാനും ചീത്തതാണെങ്കിൽ, മോശമാണെങ്കിൽ ദുനിയാവിന്റെ ഇച്ഛകൾ മതിമറന്നുകൊണ്ട്, ദുനിയാവിന്റെ ഇച്ഛകളിലെല്ലാം തോന്നിയതുപോലെ ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയുമെന്നാണ്, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? യാ വൈലത്താ, യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ നാശമേ എന്നിങ്ങനെ മയ്യത്ത് വിളിച്ചു പറയുമെന്നാണ്. പക്ഷേ അത് നമുക്കാകുന്ന മുഅ്മിനീങ്ങൾക്ക് കേൾക്കാൻ സാധ്യമല്ല. ശാസ്ത്രലോകം പറയുന്നുണ്ട്, ചിലപ്പോ ചില മയ്യത്തുകളൊക്കെ കൊണ്ടുപോകുമ്പോ പട്ടികളോ അതല്ലെങ്കിൽ പൂച്ചകളോ കെട്ടിയിട്ട മൃഗങ്ങൾ പോലും എണീച്ചോടാൻ വേണ്ടി ശ്രമിക്കും, എണീച്ച് പായാൻ വേണ്ടി ശ്രമിക്കും. കാരണം മനുഷ്യന്റെ കേൾവിയുടെ ഇതെന്ന് പറയുന്നത് 20 ബോൾസാണ്. എന്നാൽ മൃഗങ്ങളുടെയോ അതല്ലെങ്കിൽ മറ്റുള്ള ജീവികളെയോ പരിശോധിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ കൂടുതലാണ് അവർക്ക്. കല്ലുകൾക്കും മരങ്ങൾക്കും
അനർഹമായ എല്ലാ നിർജീവമായിട്ടുള്ള വസ്തുക്കൾക്കും ഇതെല്ലാം കേൾക്കാൻ സാധിക്കുമെന്നാണ്. അവരെല്ലാം എങ്ങോട്ടേക്കോ ഓടാൻ വേണ്ടിയും ചാടാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും. കാരണം ഈ മയ്യത്തിന്റെ അപാരമായ ഈ മയ്യത്ത് ഇങ്ങനെ നിലവിളിക്കുകയാണ്, എന്റെ നാശമേ എന്നിങ്ങനെ മയ്യത്തിങ്ങനെ വിളിച്ചു പോവുകയാണ്. നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ. നാം ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോ നമുക്ക് എന്തുണ്ട് കൊണ്ടുപോകാൻ? നാളെ മരണം നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്താണ് നമുക്ക് കൊണ്ടുപോകാനുള്ളതെന്ന് ചിന്തിക്കണേ. ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരൊറ്റ സെക്കൻഡ് വേണ്ട മരണപ്പെടാൻ. തലവേദന വേണ്ട, ട്യൂമർ വേണ്ട, ക്യാൻസർ വേണ്ട, എന്തിനേറെ ഒരു പനി പോലും മരണത്തിന് വേണ്ടല്ലോ. അതല്ലേ കവി പറഞ്ഞത്, തുഅമ്മീരു ഫിദ്ദുനിയാ ഖബീലൻ വലാ തുദീ ഇലൽ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി وكم من صحيح مات من غير علة وكم من مريض عاش دهرا على دهر. എത്ര ആളുകളാണ് ആരോഗ്യത്തോടുകൂടെ നടക്കുന്നത്. എന്നാ രാവിലെ ഫജ്ർ ഒഴിവാകുമ്പോൾ അദ്ദേഹത്തെ വിളിക്കാൻ പോകുമ്പോ അദ്ദേഹം എണീക്കുന്നില്ല. അമ്മ പറഞ്ഞു, മോനെ ഉപ്പാനെ പോയി വിളിക്കൂ. 5:30 മണിക്ക് എണീക്കുന്ന ഉപ്പ ഇന്ന് എണീക്കുന്നില്ല. 7 മണി കഴിഞ്ഞു, 8:30 മണി കഴിഞ്ഞു, എഴുന്നേൽക്കുന്നില്ല. എന്താണ് അവസ്ഥ എന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങൾക്കും മൗത്ത് വരാനുള്ളതാണ്. ആരെ ധിക്കരിച്ചിട്ടും കാര്യമില്ല. ഈ പറയുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, ചിലപ്പോ നാളെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ നമുക്ക് ജീവൻ ഉണ്ടാകുമെന്ന് പറയാൻ സാധ്യമല്ല. എന്റെ നാട്ടിലുള്ള ഒരു വിദേശിയായിട്ടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം എല്ലാ സൽക്കർമ്മത്തിലും പങ്കാകും, എല്ലാ നല്ല കാര്യത്തിലും പങ്കാകും. അങ്ങനെ വിദേശത്ത് നിന്ന് തന്റെ ഭാര്യയെയും മക്കളെയും നാട്ടിലേക്ക് അയച്ചു. നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഞങ്ങളുടെ അയൽവാസിയായിട്ടുള്ള കാസിം ഖാനെ വോയിസ് വിട്ടു. കാസിം ഖാൻ, ഞങ്ങള് എയർപോർട്ടിലേക്ക് എത്തണം, എന്റെ ഭാര്യ മക്കളൊക്കെ അവിടെ വരുന്നുണ്ട് എന്ന് അദ്ദേഹം വോയിസ് വിട്ട വോയിസ് ഇന്ന് മഹൽ ഗ്രൂപ്പിൽ ചർച്ചയാണ്. ഇപ്പൊ അടുത്ത് റമദാന്റെ ലീവ് കഴിഞ്ഞ് വരുന്ന സമയത്താണ്. അങ്ങനെ വിദേശത്ത് നിന്ന് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള ഒരു വിവരം അറിയുമ്പോ ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരു രോഗവും ഉണ്ടായിരുന്നില്ല, ഒരു തലവേദന പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, കേവലം ഒരു രോഗം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, മരണം പിടികൂടാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കുവാൻ നമുക്ക് രോഗം വേണമെന്നില്ല, നമുക്ക് അസുഖം വേണമെന്നില്ല, തലവേദന വേണമെന്നില്ല, പനി വേണമെന്നില്ല. ഒരു രോഗവുമില്ലാത്ത എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. ഈമാനോടുകൂടെ മരണപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര മഹാന്മാരുടെ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ ഈ നൂറ്റാണ്ടിന്റെ റഈസ്, ഈ നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പരിശോധിക്കുന്ന സമയത്ത് അവിടുന്ന് മരണപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചുറ്റുമുണ്ടായിരിക്കുന്ന ആളുകളെ കേൾപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. അങ്ങനെ മരണം ഉണ്ടാകുമ്പോഴാണ് നാം വിജയിക്കുന്നത്. അങ്ങനെ മരണം ഉണ്ടാകാൻ നാം അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട്. സദാസമയം നാം അല്ലാഹുവിലേക്ക് മുഴുകണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ മുഴുകിയാൽ അതിനേക്കാൾ വലിയ ദർജകളിലേക്കും അതിനേക്കാൾ വലിയ മഹത്വത്തിലേക്കും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
كلا إذا بلغت التراقي وقيل من راق والتفت الساق بالساق. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രഖ്യാപിക്കുമ്പോ നമുക്കങ്ങനെ ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയ. മരണത്തെപ്പറ്റി പറയുമ്പോ ഇന്ന് മരിക്കും ചങ്ങാതിയല്ല, നാളെ മരിക്കും മുഅ്മിനേ എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോ നമുക്കിങ്ങനെ ഞെളിഞ്ഞു നടക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ധാരാളം സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ടും അല്ലാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ജീവിതം അർപ്പിക്കേണ്ടത്. നാം ഒന്ന് ചിന്തിച്ചു നോക്ക്, നാം മരണപ്പെടുന്ന ഒരു രംഗം നമ്മുടെ വീട്ടിൽ നമ്മുടെ കട്ടിലെല്ലാം അനാഥമാകുന്ന സമയം. അതാ മരണത്തിന്റെ കാലം ഇങ്ങനെ വരികയാണ്. അതാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹ് കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ മനുഷ്യൻ പറയുകയാണ്, റബ്ബേ എന്റെ അജലൊന്ന് നീട്ടിത്തരുമോ, എനിക്ക് ആയുസ്സൊന്ന് നീട്ടിത്തരുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതിൽ പറയുന്നുണ്ട്, ഒരു സെക്കൻഡ് തരുമോ റബ്ബേ എന്ന് മനുഷ്യൻ ഇങ്ങനെ ആവരാതി പറയുകയാണ്. ഇത്രയും സമയം കിട്ടിയിട്ട് നമുക്ക് നന്നാകാൻ സാധിച്ചില്ല. എന്നിട്ട് നമ്മുടെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരോടും ചോദിക്കുകയാണ്. അപ്പോഴാണ് ഒരാള് പറയുന്നത്, മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഒരു മിണ്ടാ പ്രാണിയെ പോലെ, ഒരു ജീവമില്ലാത്ത ഒരു വസ്തുവിനെ പോലെ നമ്മൾ കിടക്കുകയാണ്. ഒരു ഉത്തരവും നൽകാൻ നമുക്ക് സാധിക്കുന്നില്ല. എത്ര പെട്ടെന്നാണ് നമ്മുടെ മരണങ്ങളൊക്കെ വരുന്നത്. അതല്ലേ കവി പറഞ്ഞത്, കുല്ലും വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. നമ്മളെല്ലാവരും ചെരുപ്പിടുന്നവരാണ്. ആ ചെരുപ്പിന്റെ വാറോ എങ്ങനെയാണുള്ളത്, തൊലിയോട് എങ്ങനെയാണ് അതിന്റെ വാറിരിക്കുന്നത്, അതുപോലെയാണ് ഒരു മുഅ്മിനിന്റെ മരണമെന്ന് കവി പറയുമ്പോ, മുഅ്മിനീങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്ന് പറയുന്ന മരണം നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരണപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാകണം നമ്മുടെ ജീവിതം, അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സൽപ്രവർത്തികൾ, നമ്മുടെ നിസ്കാരം, നമ്മുടെ ദിക്ർ, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്. ഇതെല്ലാം അങ്ങനെയാകുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസി മരണപ്പെടുന്നത് പോലെ നമുക്ക് മരണപ്പെടാൻ സാധിക്കുള്ളൂ. അങ്ങനെ മരണപ്പെടാനാണ് നാം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, ഒരാൾ ഉറക്ക് നന്നാക്കിയാൽ, ഉറക്ക് എന്ന് പറയുമ്പോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് മരണത്തിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്. നാം ഉറക്കത്തിലേക്കുമ്പോ ചെല്ലാറുണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. ഇതിന്റെ ബാക്കിയുള്ളവ ചെല്ലാനൊക്കെ ചെല്ലും. ബഅദമാ അമാതനി വഇലൈഹി നുശൂർ, എന്നെ മരിപ്പിച്ചതിൽ നിന്ന് ജീവിച്ച അല്ലാഹ് നിനക്കാണ് സ്തുതി എന്ന് നാം ദ്വാരക്കാറുണ്ടല്ലോ. മരണം എന്നുള്ളത് ഒരു മരണത്തിനോട്, ഉറക്കം എന്നുള്ളത് ഒരു മരണത്തിനോട് സാദൃശ്യപ്പെട്ടിട്ടാണ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഉറക്ക് നമുക്ക് നല്ലതുപോലെ ആക്കേണ്ടതുണ്ട്. ഉറക്കം എന്നുള്ളത്, ഉറങ്ങുക എന്നുള്ളത് അത് മരണത്തിന്റെ ഒരു പരിശീലനമാണ്. നാം എങ്ങനെയാണോ ഉറങ്ങുന്നത് അതുപോലെ മരണപ്പെടുമെന്നാണ്.
ഇപ്പൊ ഉദാഹരണം പറഞ്ഞ നമ്മൾ ഒരു 12 മണി വരെ ഫോണിലോ അതല്ലെങ്കിൽ നല്ല പ്രവൃത്തികളാകട്ടെ കിതാബുകളൊക്കെ ഇങ്ങനെ നോക്കി 12 മണി വരെ ഇരുന്നു. അങ്ങനെ ഉറക്കു വന്നപ്പോ നാം പായി പിടിച്ച് ഒറ്റ കിടക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയായിരിക്കും അവന്റെ മരണമെന്ന് ഫുഖഹാക്കളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉറക്കം നന്നാക്കണം. ഉറങ്ങുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു ഒതുവെങ്കിലും ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കണം. ഒതുവുണ്ടാക്കി വന്ന് പായൊക്കെ ഒന്ന് വിരിച്ച്, പായിലുള്ള വിരിപ്പൊക്കെ ഒന്ന് വിരിച്ചിട്ടുള്ള വിരിപ്പാണെങ്കിൽ ആ വിരിപ്പൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി, അതല്ല വിരിക്കാത്ത വിരിപ്പാണെങ്കിൽ ആ വിരിപ്പൊക്കെ ഒന്ന് വിരിച്ച് നല്ലക്കനെ കിടന്നുറങ്ങണം എന്നാണ്. അപ്പോഴാണ് അവന്റെ മരണം നല്ലതാവുക. എന്നിട്ട് ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി അവസാനം ബിസ്മിക റബ്ബി എന്നൊക്കെ ചൊല്ലി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങേണ്ടത്. അങ്ങനെയാകുമ്പോ നമ്മുടെ മരണവും അതിനോട് സാദൃശ്യമായിരിക്കും. അങ്ങനെ മരണപ്പെടാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മരണപ്പെടുന്ന രൂപത്തിലുള്ള മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം മരണപ്പെടുന്ന സമയത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറയുന്നത്, നിങ്ങൾ മസീഹു ദജ്ജാൽ നിസ്കാരത്തിലെ മസീഹു ദജ്ജാലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം നിങ്ങൾ പറയണം, യാ മുകല്ലിബൽ ഖുലൂബ്, കൽബുകളെയൊക്കെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത്ത് കൽബനാ, ഞങ്ങളുടെ കൽബിനെ നീ സ്ഥിരപ്പെടുത്തണേ, അലാ ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെടുത്തണേ എന്ന് നാം പലപ്പോഴും ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യാത്ത പക്ഷം ചിലപ്പോൾ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ മുസ്ലിമായി മരണപ്പെട്ടേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകി അവസാനം ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് പൂർണ്ണ ഈമാനോടുകൂടെ വെള്ളിയാഴ്ച രാവിലോ പൂർണ്ണ ഈമാനോടുകൂടെ സ്വർഗം കണ്ട് അശറഫായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം കണ്ടുകൊണ്ട് മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.